CPI കുറയ്ക്കും, കടിക്കില്ല. ബിനോയ് വിശ്വം എന്തെല്ലാം പറഞ്ഞു, ഞാനിപ്പോൾ ആക്ഷേപിച്ച് പറയുന്നതല്ല. സത്യത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നപ്പോ വലിയ അഭിപ്രായമൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നാതിരുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരുന്നു ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. എന്തോ ഇദ്ദേഹത്തെ എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപക്ഷെ ഇതുപോലെ കുറിക്കുകൊള്ളുന്ന ഓരോ മറുപടികൾ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നത് കൊണ്ടുകൂടിയായിരിക്കും. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, CPIയുടെ കാര്യം പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിപ്പോ നിങ്ങളെ ഫസ്റ്റ് കാണിച്ചത്. CPI കുരക്കും പക്ഷെ കടിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് കൂടി അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ CPI എന്ന് പറയുന്ന ഒരു മുന്നണി CPM-നൊപ്പം ഉള്ളതുകൊണ്ടാണ് CPIM എന്ന് പറയുന്ന ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രത്യക്ഷത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇവർക്കൊന്നും വലിയ ഹോൾഡ് ഇല്ല എന്ന് നമുക്കറിയാം, അല്ലെ? അത് തന്നെയാണ് സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പിണറായി വിജയനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കാൻ ഒന്നും പറ്റില്ല നമ്മുടെ ബിനോയ് വിശ്വത്തിന്. PM ശ്രീ എന്നൊരു വിഷയത്തിൽ അത് തെളിഞ്ഞിരിക്കുകയാണ്. PM ശ്രീയില് ഈ പറയുന്ന ഒരു മുന്നണികളെയും അറിയിക്കാതെ ഒപ്പുവെച്ചിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും. ഒരു മുന്നണികളും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വാർത്തയെ കൂടി ഇതാ ഒപ്പുവെക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ 16-ാം തീയതി, ഒക്ടോബർ 16-ാം തീയതി ഈ പരിപാടി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. PM ശ്രീയില് ഉൾപ്പെട്ടിരിക്കുന്ന 14,500 സ്കൂളുകളുടെ കൂട്ടത്തിൽ കേരളത്തിലെ സ്കൂളുകളും ഉണ്ടായിരിക്കണം എന്നതിൽ ഞങ്ങൾക്ക് സമ്മതമാണ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് വെക്കാം, ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കൃത്യമായിട്ട് വാച്ച് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് കെ സുരേന്ദ്രൻ എന്ന വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. വെറുതെ കുറയ്ക്കുക, നിങ്ങളെ ഒന്നും പട്ടി വില സത്യത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇത്രയും വർഷമായി എതിർത്ത കാര്യം നിങ്ങളോടൊന്നും ഒരു വാക്കും മിണ്ടാതുരിയാടാതെ ഒക്ടോബർ 15-ാം തീയതി ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ മണിക്കൂറുകൾ മുൻപ് വരെ ഇവിടെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സഖാക്കന്മാരായ അടിമകള് ക്യാപ്സൂൾ ഇറക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയെല്ലാം നമുക്കിപ്പോ പൈസയ്ക്ക് ആവശ്യമുണ്ട്. അതായത് 1,500 കോടി രൂപ ഈ ഒറ്റ ഒപ്പിൽ നമുക്ക് കിട്ടുമെന്നേ. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ, ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. കടം വാങ്ങി ഇനി കടം വാങ്ങാനായിട്ട് ഒരിടത്തും ഒന്നും ബാക്കിയില്ലാത്തൊരു സ്ഥിതിയിലാണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാരാണ് കാരണം? കേരളത്തിലെ ജനങ്ങളാണോ കാരണം? അല്ല, പകരം ധൂർത്ത്. അതിനെപ്പറ്റി ചോദിച്ചാൽ നമ്മൾ പറയും ഇത് ധൂർത്താണോ? എന്ത് തന്നെ ആയാലും സർക്കാർ ഖജനാവിൽ നിന്നും കാര്യങ്ങൾ എടുത്ത് സ്വന്തം പാർട്ടിയുടെ PR നടത്താൻ വേണ്ടി പിണറായി വിജയൻ ചെയ്തതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ബിനോയ് വിശ്വത്തിന്റെ പോലെ തന്നെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ്. PM ശ്രീയുടെ കാര്യത്തിലും നോക്കിക്കൊണ്ട് നിന്നാൽ മതി. PM-ഉം നമ്മുടെ CM-ഉം കൂടി കൈ കൊടുത്ത് കഴിഞ്ഞു ഗൈസ്. ഇത് CJP ആണോ അല്ലെങ്കിൽ BJP-യോടൊപ്പം CPM നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചർച്ചകൾ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് അതൊന്നുമല്ല. ഇത് കുടുംബസ്നേഹിയായ ഒരു അച്ഛന്റെ സ്നേഹമാണ് കാണുന്നതെന്ന്. നമുക്കറിയാം, നിർമ്മല സീതാരാമൻ വരുമ്പോഴും ശരി, അതുപോലെ തന്നെ നമ്മുടെ അമിത്ഷാ വരുമ്പോഴും ശരി, മോദിജി വരുമ്പോഴും ശരി, പിണറായി വിജയൻ ഭയങ്കര രഹസ്യമായിട്ട് പോയിട്ടൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പോയതിനു ശേഷം അപ്പൊ തന്നെ മാധ്യമങ്ങളുടെ മുന്നിട്ട് വന്നിട്ട് പറയും മോദി ഫാസിസ്റ്റ് ആണ്. പുള്ളിയുടെ ആ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മലയാളത്തിൽ മോദിയെ പറ്റി വൃത്തിയോട് പറയുന്ന ഒന്നും അദ്ദേഹം അറിയാൻ പോകുന്നില്ലല്ലോ. അദ്ദേഹത്തിന് ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താലല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ അല്ലേ മനസ്സിലാവുള്ളൂ. അപ്പം ഇവിടെ വരുന്ന സമയത്ത് ജി 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 എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ അവിടെ ഒരു ശില്പമൊക്കെയാണ് കൊടുത്തത്. ഏത് നേരം ഹിന്ദുത്വനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ ശിവന്റെ ഒരു വിഗ്രഹം കൊടുത്തിട്ടാണ് പ്രധാനമന്ത്രിനെ സ്വീകരിച്ചത്. അപ്പൊ ഇതിന്റെയൊക്കെ പിറകിൽ ഈ അയവ് ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നടപ്പാവില്ല, കടക്കുപുറത്ത് അരനാറി, ഈ രീതിയിലൊക്കെ വലിയ ദാർഷ്ട്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിന്റെ ശക്തനായ മുഖ്യമന്ത്രി BJP-യുടെ മുന്നിൽ അല്ലെങ്കിൽ മോദിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് PM ശ്രീയിൽ നമ്മൾ കണ്ടത്. ഇനി ബിനോയ് വിശ്വത്തിന്റെ കാര്യത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ ഈ കാര്യത്തിന്റെ പേരിൽ CPI അങ്ങ് വെറുതെ കുറയ്ക്കാൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അദ്ദേഹം വലിയ രീതിയിൽ ഇതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് 1-2 ബൈറ്റ് കാണാം. ആ നിലപാട് നോക്കട്ടെ. ആദ്യം അതിനോട് അടുത്ത ഭാഷയിൽ യോജിച്ച സഖാവ് വി ശിവൻകുട്ടി നിങ്ങളുടെ എല്ലാ സഖാവാണ്, ഉറ്റ സുഹൃത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശിവൻകുട്ടിയെ പറ്റി ആദരവുണ്ട്. ആ ശിവൻകുട്ടി പെട്ടെന്ന് പ്രലോഭനം പറ്റിയ ഭാഷയിൽ പ്രതികരിച്ചെങ്കിൽ പോലും അദ്ദേഹം വളരെ വേഗം ആ നിലപാട് തിരുത്തി. അദ്ദേഹം ഇടതുപക്ഷ നേതാവിന്റെ ഭാഷയിൽ അതേപ്പറ്റി പ്രതികരിച്ചിരുകയാണ്. അതെല്ലാം കേരളം കണ്ട കാര്യമാണ്. ഇതൊന്നും പഴയ കാര്യങ്ങളുമല്ല. പാടെ മർമ്മൂലമായ സമയമായിട്ടില്ല. അതെല്ലാം ഇരിക്കെയാണ് ഈ പറയുന്ന അസ്വാഭാവികമായ തിരക്കോടുകൂടി ഒരു ഉദ്യോഗസ്ഥ പെട്ടെന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥ ഒപ്പുവെക്കുന്നു. ഒപ്പുവെച്ച പിറ്റേ നിമിഷം കേന്ദ്ര BJP ഗവൺമെന്റ് അതിനെ പുകഴ്ത്തുന്നു.
അതിനെ ABVP പുകഴ്ത്തുന്നു, അതിനെ BJP വാഴ്ത്തുന്നു. ഇതെല്ലാം ഉണ്ടായി ഇവിടെ. കണ്ടോ, ശിവൻകുട്ടി സഖാവിന്റെ നിലപാട് മാറ്റം വലിയ രീതിയിൽ ഒരു ചലനം ഈ മുന്നണികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് അങ്ങ് സാധാരണ പോലത്തെ ഒരു കൊരയല്ല, മറിച്ച് ഇത് കുറച്ച് സീരിയസ് ആണ്. അതായത് CPIയുടെ മന്ത്രിമാർ ഇപ്പോൾ മന്ത്രിസഭയിലുണ്ട്, നമുക്കറിയാമല്ലോ. അവര് പോലും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അവരവരുടെ പിന്തുണ പിൻവലിക്കുന്നു, രാജ്യസന്നദ്ധത അറിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഈ PM ശ്രീയില് ഒപ്പുവെച്ച് ഇവരോടൊന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ ആലോചിക്കാതെ ഇങ്ങനെ ഒരു കാര്യം സ്വയമേ ചെയ്തതിനാൽ നമ്മുടെ ഒന്നും പിന്തുണ വേണ്ട എന്നുള്ളതാണ് ഈ ശിവൻകുട്ടിയും അതുപോലെ പിണറായി വിജയനും വെച്ചിരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ പിന്തുണ അങ്ങ് പിൻവലിച്ചേക്കാം, കാരണം അവർ BJPയോടൊപ്പമാണ് ഇനി, അപ്പൊ നമ്മള് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്കൊപ്പം ഇല്ല എന്നൊരു നിലപാടിലേക്കാണ് ഇവർ വരുന്നത്. അപ്പൊ തീർച്ചയായും പിണറായി വിജയൻ ചെയ്ത ഈ ഒരു സംഗതി അല്ലെങ്കിൽ ഈ ഒരു സംഗതിയിൽ ഒപ്പുവെച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ കസേര പോകുമോ എന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. മൂന്നാം പിണറായി വിജയൻ സർക്കാർ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് പിന്തുണ പിൻവലിപ്പിച്ച് രാജിവെപ്പിക്കാം എന്നൊരു പ്ലാനിലേക്കൊക്കെ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എത്രത്തോളം ഫലപ്രദമാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയ്ക്കും വാശി പിടിക്കാൻ മാത്രം എന്താണ് NEP സിലബസിന്റെ പ്രശ്നം? NEP സിലബസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും കുട്ടികൾ പഠിച്ച ചരിത്രമല്ല ഇനി കുട്ടികൾ പഠിക്കാൻ പോകുന്നത് എന്നാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതേക്കുറിച്ച് നമ്മുടെ കോൺഗ്രസ്സുകാരനായ റെജിമോൻ കുട്ടപ്പൻ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിന്റെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം. എല്ലാവർക്കും ഇപ്പോൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതിനുള്ള ആൻസറും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. NEP PM ശ്രീ പദ്ധതികൾ എതിർക്കാൻ 5 ക്രെഡിബിൾ വസ്തുതകൾ എതിർക്കുന്നവർക്ക് പറയാമോ? ചുമ്മാ തള്ളരുത്, എവിടെ എന്ത് എന്ന് കൃത്യമായി പറയണം. വാർത്തകൾ കോട്ട് ചെയ്യരുത്, ആരെങ്കിലും എഴുതിയ ലേഖനങ്ങൾ കോട്ട് ചെയ്യരുത്. കൃത്യമായി NEP ഡോക്യുമെന്റിലോ PMC ഡോക്യുമെന്റിലോ എന്തുണ്ടെന്ന് പറയണം. അനുകൂലിക്കാൻ എന്റെ കയ്യിൽ 50 വസ്തുതകളുണ്ട്, ഔദ്യോഗിക രേഖകളിൽ നിന്നുള്ളത്. വിദ്യാഭ്യാസത്തിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കൂട്ടുത്തരവാദിത്തമാണുള്ളത്. തമിഴ്നാടിന് ഭാഷയാണ് പ്രശ്നം, കേരളത്തിന് അതൊരു പ്രശ്നമല്ല. ഈ നയങ്ങളിൽ പറയുന്ന യോഗ പോലും കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ നയങ്ങളിലെ 4 വർഷ ഡിഗ്രി ഇവിടെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ 3 വർഷം നഷ്ടപ്പെടുത്തി എന്നാണ്. 14,500 സ്കൂളുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി 13,056 സ്കൂളുകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. PM ശ്രീ ചില പോയിന്റുകൾ: വിദ്യാർത്ഥികൾക്ക് വിമർശനാത്മക ചിന്ത, സൃഷ്ടിപരത, ഡിജിറ്റൽ ജ്ഞാനം എന്നിവയ്ക്ക് മുന്നേറ്റം നൽകും. പാഠ്യപദ്ധതി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ച് 5+3+3+4 ഘടന പിന്തുടരും. ഏകീകരിക്കട്ടെ. പാഠ്യരീതി അനുഭവാധിഷ്ഠിതവും കലയോടും കായികവുമായും ബന്ധിപ്പിച്ചതുമായിരിക്കും. പരീക്ഷകൾ മെമ്മറി പുനരാവർത്തനമല്ല, അറിവിന്റെ പ്രായോഗിക പ്രയോഗം അടിസ്ഥാനമായിരിക്കും. തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന പുതിയ സ്കിൽ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആരംഭിക്കും. സ്കൂളുകളിൽ തൊഴിൽ പഠനം സംയോജിപ്പിക്കും. +2 വരെയുള്ള ഓരോ വിദ്യാർത്ഥിയും ഒരു തൊഴിൽ നൈപുണ്യം കൈവരിച്ച് പുറപ്പെടണം. മാനസികം, ഭൗതികം, ശാരീരികം എന്നിവ മുഴുവൻ മുന്നെത്തുന്ന പൂർണ്ണ വികസനം സാധ്യപ്പെടുത്തും. പാഠ്യഭാഗങ്ങൾ ഇന്ത്യൻ മൂല്യക്രമത്തിനും നാഗരിക ബോധത്തിനും ആധാരമായിരിക്കും. ഗ്രീൻ സ്കൂൾസ് ആയിട്ടാണ് വികസിപ്പിക്കുന്നത്. സൗരോർജ്ജം, ജലസംരക്ഷണം, മാലിന്യ നിയന്ത്രണം മുന്നിൽ വയ്ക്കും. കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട ഹാക്കത്തോണുകളിലൂടെ പരിസ്ഥിതി ബോധം വളർത്തും. സുരക്ഷിത കെട്ടിടം, കുടിവെള്ളം, വൈദ്യുതി, ടോയ്ലറ്റ്, ലൈബ്രറി എന്നിവ അനിവാര്യം. പച്ചപ്പും ജലസംസ്കരണം, വേസ്റ്റ് റീസൈക്കിൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. വിദ്യാർത്ഥികളുടെ പുരോഗതി ട്രാക്ക് ചെയ്യാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാവും. IIT, NIT മൂല്യനിർണ്ണയ സംഘങ്ങൾ പിന്തുണ നൽകും. 2 വർഷത്തിനുള്ളിൽ സ്കൂളുകളിൽ 0 ഡ്രോപ്പ് ഔട്ട് സാധ്യമാക്കും. മോണിറ്ററിംഗ് മൂലം സുതാര്യതയും ഉത്തരവാദിത്വവും സ്ഥിരപ്പെടുത്തും. ഭക്ഷണ പദ്ധതിയും സമഗ്ര ശിക്ഷയും സമന്വയം നടത്തും. അധ്യാപക പരിശീലനം സ്ഥിരമായിരിക്കും. പൂർവ്വ വിദ്യാർത്ഥികളും സമൂഹവും പഠനത്തിൽ പങ്കാളികളാകും. വിദ്യാർത്ഥി, അധ്യാപകൻ, പാരന്റ് എന്നിവരുടെ തൃപ്തി മോശമായാൽ മറുപടി നടപടികൾ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇപ്പോൾ കേട്ടതാണ് PM ശ്രീയെ പറ്റി കോൺഗ്രസ്സുകാരനായ റെജിമോൻ കുട്ടപ്പൻ എഴുതിയ ഒരു പോസ്റ്റ്. ഇതിനകത്ത് മോശം എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞേ. നിങ്ങളുടെ കുട്ടികള് ഇപ്പൊ ഈ കാണാതെ പഠിച്ചെഴുതുന്ന ഈ ഒരു സിലബസ് മാറിയിട്ട് അവരുടെ സ്കില്ലിൽ നിന്നും അവരുടെ കരിയറും അവരുടെ ലൈഫും ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വരുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് അങ്ങനെ കേൾക്കുമ്പോൾ അതൊക്കെ വേണോ എന്നാണോ തോന്നുന്നത്? അതിന് പകരം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കറിയാവുന്ന ഒരുപാട് പാരന്റ്സ് ജപ്പാനിലോട്ടൊക്കെ മാറിപ്പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. എന്താന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നത് അവിടെയാണ്. കാരണം ചെറുപ്പത്തിൽ മുതൽ പിള്ളേരെ അവിടെ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാം, അവിടെ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കും. കുറച്ചും കൂടി മേളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഏജിലേക്ക് വരുന്ന സമയത്ത് പിള്ളേരുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഊഹിക്കാൻ പറ്റില്ല. മേശ പണിയുന്ന ഒരു കുട്ടി, മരം മുറിച്ചിട്ട് ആ കുട്ടി സ്വന്തമായിട്ട് പണിയാണ്. നിങ്ങളുടെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? മേശ പണിയാണത് പോയിട്ട് ഒരു ആണി അടിക്കാൻ അറിയാമോ കൊച്ചിന്? അപ്പൊ നിങ്ങൾ പറയൂ, കൊച്ചെന്തിനാ ആണി അടിക്കാൻ പഠിക്കുന്നത്? എപ്പ പഠിക്കണം? എപ്പ പഠിച്ചാലാണ് വലുതായി കഴിയുമ്പോഴും കയ്യിൽ കൊള്ളാതെ കൃത്യമായിട്ട് ഒരു ആണി പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വളയാതിരിയാതെ അടിക്കാനായിട്ട് പഠിക്കുന്നത്? ഇതൊക്കെ ലൈഫ് സ്കില്ലല്ലേ? ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ ആണി അടിക്കണ്ടേ എന്തെങ്കിലും കാര്യം തൂക്കിയിടാനായിട്ട്? നമ്മുടെ പിള്ളേരെ നമ്മൾ അതിന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പ്രായോഗികമായി പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ജപ്പാനിലെ കുട്ടികളെ കുക്കിംഗ് പഠിപ്പിക്കും, ക്ലീനിങ് പഠിപ്പിക്കും? ഇത് പെമ്പിള്ളേരെ മാത്രമൊന്നുമല്ല, ആമ്പിള്ളേരും പെമ്പിള്ളേരും എല്ലാവരും പഠിക്കണം. കാരണം എന്താ? 10-18 വയസ്സ് കഴിഞ്ഞാൽ പാരന്റ്സിന്റെ വീട്ടിൽ വാഴയിട്ടൊന്നും കിടക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള അടിവസ്ത്രം കഴുകണം, ഉടുപ്പ് കഴുകണം, ഭക്ഷണം ഉണ്ടാക്കണം, ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങൾ കഴുകണം. കാരണം വേറൊരു മനുഷ്യനും ഇല്ല.
മനസ്സിലായില്ലേ? ഈ പിള്ളേര് അപ്പനും അമ്മയും ഇല്ലാണ്ടായാലും ഈ ലോകം തന്നെ മാറിപ്പോയി വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ടാലും ജീവിക്കും. ആ ഒരു കാപ്പബിലിറ്റി നിങ്ങളുടെ കുട്ടിക്കുണ്ടോ? എന്നാൽ ആ ഒരു കാപ്പബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വിഭാവന ചെയ്തിരിക്കുന്ന സിലബസ് ആണ് NEP. ഇത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിക്കോ. പിന്നെ ഇവര് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇവരുടെ കുറെ നെഹ്റു സ്തുതിയും ഗാന്ധിജി കീർത്തനവും ഒക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള അധിനിവേശക്കാർ കുറെ മുഗൾമാര് ഇവിടെ വന്നിട്ട് ചെയ്ത കുറെ മഹത്തരമായ കാര്യങ്ങളാണല്ലോ ഇന്ത്യക്കാർ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ നമ്മളതാണോ പഠിക്കേണ്ടത്? നമ്മുടെ സത്വം എവിടാ? നമ്മുടെ പിതൃക്കളെ പറ്റി നമ്മൾ എന്താ പഠിക്കാത്തെ? നമ്മുടെ നാടിനൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഇന്നലകൾ എങ്ങനെയായിരുന്നു? നമ്മുടെ ജീനിനെ പറ്റിയും DNA പറ്റിയിട്ടൊക്കെ എല്ലാ സമയത്തും സംസാരിക്കുന്ന നമ്മുടെ പിതൃക്കളെ പറ്റി അറിയേണ്ടതല്ലേ? അവർക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടായിരുന്നു? അവരെന്തെല്ലാം കാര്യത്തെ അതിജീവിച്ചിട്ടുണ്ട്? എന്തിനോടെല്ലാം കാര്യത്തോട് പോരാടി നിന്നിട്ടുണ്ട്? എന്തെല്ലാം പ്രശ്നങ്ങൾ അവർക്ക് ആ സമയത്ത് അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്? ഇന്ന് നമുക്ക് എന്ത് മാതൃകയാണ് അതിനകത്തുനിന്നുള്ളത്? ഇതൊക്കെ അറിയണമെങ്കിൽ ഇന്ത്യക്കാർ പഠിക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്രമാണ്, അല്ലേ? അല്ലാതെ ബ്രിട്ടീഷുകാരൻ്റെതോ അതുപോലെ ലോകത്തിൽ നടക്കുന്ന ബാക്കി പൊളിറ്റിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളോ അതല്ലാതെ കോൺഗ്രസിന്റെ കെട്ടിച്ചമച്ച് വെച്ചിട്ടുള്ള ഹിസ്റ്ററിയോ അല്ല നമ്മൾ പഠിക്കേണ്ടത്. മുഗൾ സാമ്രാജ്യത്തിലെ ആളുകൾ ഇവിടെ നടത്തിയ അധിനിവേശത്തെക്കുറിച്ചും അവരിവിടെ നടത്തിയ നഷ്ടങ്ങൾ അതേക്കുറിച്ചും മതപരിവർത്തനത്തെക്കുറിച്ചും നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അറിയേണ്ടത്? കാരണം അവരാരും ഇന്ത്യക്കാരായിരുന്നില്ല. നിങ്ങൾ പറയുന്ന ഷാജഹാനും ഔറംഗസേബും ഒന്നും ഇന്ത്യക്കാരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അവരുടെ സ്ഥാനം എന്താണ്? ഇന്ത്യക്കാരെ ഉപദ്രവിക്കാനായി കയറി വന്ന അധിനിവേശക്കാർ എന്നൊരു സ്ഥാനം മാത്രമേ അവർക്കുള്ളൂ, മറ്റൊന്നുമില്ല. ഈ പറയുകയാണല്ലോ അവർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ലായിരുന്നു, ബ്രിട്ടീഷുകാർ വന്നില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. അതിനർത്ഥം നിങ്ങൾ ഹിസ്റ്ററി അറിയാതെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണെന്നതാണ്. ഇനിയുള്ള തലമുറയെങ്കിലും അറിയട്ടെ, മറച്ചു വെച്ച സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരട്ടെ. അപ്പൊ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും വലിയ കോലാഹലം ഇതിന്റെ പേരിൽ ഈ പറയുന്ന ബിനോയ് വിശ്വം ആയിക്കോട്ടെ, അല്ലെങ്കിൽ SFI ആയിക്കോട്ടെ, ASF ആയിക്കോട്ടെ, ഇടതുപക്ഷം എന്ന് പറയുന്ന കുറെ സംഘടനകളായിക്കോട്ടെ നടത്തിയാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. രാഷ്ട്രീയപരമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവർ എതിർക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 14,500 സ്കൂളുകളിൽ മാത്രമേ ഓൾ ഇന്ത്യ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തിരുന്നുള്ളൂ. 2022 ഈ സാധനം വന്നതാ. 3 വർഷം ഓൾറെഡി ലേറ്റ് ആക്കി. ഇപ്പൊ തന്നെ ഓൾറെഡി എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ അയച്ച് 13,800 സ്കൂളുകളിൽ കിട്ടിക്കഴിഞ്ഞു. 14,500 13,800 പോയാൽ ബാക്കി എന്തുണ്ട്? ആ ബാക്കിയുള്ളതാണ് നമുക്കൊക്കെ ഇനി കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഓൾറെഡി കുറെ ഓപ്പർച്യൂണിറ്റി പോയി കഴിഞ്ഞു. നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ടൈമൊക്കെ കഴിഞ്ഞു. ഓൾറെഡി കിട്ടി. കാരണം ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ ആ പദ്ധതിയുടെ ഇതിനനുസരിച്ച് നടക്കുള്ളൂ. ഇപ്പൊ ശിവൻകുട്ടിയൊക്കെ പറയുന്ന ആ കാശിങ് തന്നാൽ മതി ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോ നമ്മുടെ അപ്പനോട് ചോദിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരിൽ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായില്ലേ? ഒരു പദ്ധതിക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ തന്നെ അത് പൂർണ്ണമായിട്ട് ചെയ്ത് വിജയിച്ച് അവിടെ കാണിച്ചു കൊടുക്കണം. കേന്ദ്രത്തിന് താഴെയാണല്ലോ കേരളം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഓൾറെഡി ഇവർ നഷ്ടപ്പെടുത്തി. ഇനിയും ശിവൻകുട്ടി റെഡിയായി വരുമ്പോൾ അത് എന്തിന്റെ പേരിലായിക്കോട്ടെ, പിള്ളേർക്ക് നല്ലൊരു കാര്യം അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. പിള്ളേർക്ക് നല്ലതല്ലേ? ഇപ്പോഴാണ് ആ വെളിവ് വന്നെന്നുള്ള മനസ്സിലാക്കണം. ഭാഗ്യം 40-50 വർഷം എടുത്തില്ല ഈ കാര്യത്തിൽ വെളിവ് വരെ. പെട്ടെന്ന് വെളിവ് വന്നു 3 വർഷത്തിനുള്ളിൽ. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട നല്ലൊരു സംഗതിയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. നമ്മൾ എന്തിനാ അത് വേണ്ടെന്ന് വെക്കുന്നത്? ഇത്തരക്കാരെയൊക്കെ കാണുക. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇവരൊക്കെ കുറയ്ക്കുന്നുണ്ട്. ആ കുറകളെല്ലാം കാണുക. നമുക്ക് ഈ പറയുന്ന പോലെ നല്ല രാഷ്ട്രീയക്കാരെയും ചീത്ത രാഷ്ട്രീയക്കാരെയും തിരിച്ചറിയാൻ നല്ല മാതൃകൾ ഇപ്പൊ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതെല്ലാം കാണുക, വിചിന്തനം ചെയ്യുക. വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. തുടർന്ന് കാണുക പൊളി ന്യൂസ്.